2016 മാനുഫാക്ചർ ചെയ്ത് 2017 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോർഡ് എൻഡോവർ 4x2 ഓട്ടോമാറ്റിക് ഡീസൽ വേരിയൻറ്റുമായിട്ടാണ് ഇന്ന് ഓട്ടോഹെഡ്സ് വന്നിട്ടുള്ളത്. വെൽക്കം ടു ഓട്ടോഹെഡ്സ് ഓട്ടോമോട്ടീവ് എക്സ്പേർട്സ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വെഹിക്കിൾ ഡ്രിവൺ ആയിട്ടുള്ളത്. കംപ്ലീറ്റ് ഷോറൂം മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ സർവീസ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ടയേഴ്സ് എല്ലാം തന്നെ 100%ഓളം ത്രെഡ് റിമൈനിങ് ആയിട്ടുണ്ട്. C8-ൻ്റെ ക്രോസ് ഡ്രൈവ് ഓൾ ടെറൈൻ ടയേഴ്സാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്കലി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും കഴിയുന്ന ഇലക്ട്രോണിക് ടെയിൽ ഗേറ്റുകളാണ് ഫോർഡ് എൻഡോവറിന് ഫോർഡ് നൽകി വന്നിട്ടുള്ളത്. 90,000 കിലോമീറ്ററിൻ്റെ സർവീസ് ഒരു 2 വീക്സ് മുമ്പായിട്ടാണ് ഫോർഡിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇൻവോയ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സർവീസ് വരുന്നത് 1 ഇയറോ അല്ലെങ്കിൽ 10,000 കിലോമീറ്ററോ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. ഈ ഒരു വെഹിക്കിളിന് നമുക്കൊരു കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ഈ വർഷം, അതായത് 2025 ഡിസംബർ വരെ നമുക്ക് വാലിഡ് ആയിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള മൈനർ സ്ക്രാച്ചുകളോ ഡെൻറ്റുകളോ ഒന്നും തന്നെ സംഭവിക്കാതെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രീവിയസ് ഓണർ ഈ ഒരു വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റുകളോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഒന്നും തന്നെ ഈ ഒരു വെഹിക്കിളിന് സംഭവിച്ചിട്ടില്ല. വളരെ ക്ലീൻ കണ്ടീഷനോട് കൂടിയാണ് ഒരു വെഹിക്കിൾ ഇരിക്കുന്നത്. ഓരോ എക്സ്റ്റീരിയർ പാനൽസ് ആണെങ്കിലും ഷോറൂം കണ്ടീഷനോട് കൂടി തന്നെയാണ് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻജിൻ ബേ കൂടി നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് കണ്ടീഷനോട് കൂടിയാണ് ഈ ഒരു വെഹിക്കിളിലെ ഓരോ മെക്കാനിക്കൽ പോയിന്റുകളും ഇരിക്കുന്നത്. സസ്പെൻഷൻ ആണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും യാതൊരു തരത്തിലുള്ള നോയ്സുകളും സംഭവിക്കാതെ വളരെ പെർഫെക്റ്റ് കണ്ടീഷനോട് കൂടിയാണ് ഒരു വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ കണ്ടീഷൻ മെൻഷൻ ചെയ്ത പോലെ തന്നെയാണ് ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയേഴ്സും മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. സീറ്റ്സ് ആണെങ്കിലും കോമൺ ടച്ച് പോയിൻറ്റ്സ് ആണെങ്കിലും യാതൊരു തരത്തിലുള്ള വെയർ ആൻഡ് ടയറുകളും സംഭവിക്കാതെ ഷോറൂം കണ്ടീഷനോട് കൂടിയാണ് ഒരു വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. ഇൻട്രോ കണ്ടീഷൻ മെൻഷൻ ചെയ്ത അതേ ക്വാളിറ്റിയോട് കൂടിയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ റിയർ സീറ്റുകളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വളരെ റയറായിട്ട് ഉപയോഗിച്ചിട്ടുള്ള റിയർ സീറ്റുകൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ കാണാവുന്നതാണ്. ഓരോ കോമൺ ടച്ച് പോയിൻറ്റ്സ് ആണെങ്കിലും പവർ വിൻഡോ സ്വിച്ചസ് ആണെങ്കിലും വളരെ ക്വാളിറ്റിയോട് കൂടിയാണ് ഈ ഒരു വെഹിക്കിളിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിലവിൽ ഹരിയാനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളിന് ഓട്ടോഹെഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 14,50,000 റുപ്പീസാണ്. ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് NOCയിലുള്ള പ്രൈസാണ്. കേരള രജിസ്ട്രേഷൻ ചാർജസ് അഡീഷണൽ വരുന്നതായിരിക്കും. കേരളത്തിൽ ഈ ഒരു വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് 2 to 2.5 ലാക്കാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു വെഹിക്കിൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.